എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട പിസ്സയുടെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അവസാനം വരെയൊന്നും കാത്തു നിൽക്കാതെ എല്ലാവരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഓവനില്ലാത്തവരാരും വിഷമിക്കേണ്ട. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ ഓവനിൽ കിട്ടുന്ന അതേ രുചിയോടെ നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഈ പിസ്സ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ പിസ്സയ്ക്ക് വേണ്ടിയുള്ള ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗളിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വരുന്ന ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ഈസ്റ്റും എടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കണം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടതാണ്. നല്ല ഈസ്റ്റ് ആണെങ്കിൽ കറക്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. കണ്ടല്ലോ, 10 മിനിറ്റിന് ശേഷം ഈസ്റ്റൊക്കെ പാത്രത്തിൽ നിറഞ്ഞ് തുളുമ്പി വന്നിട്ടുണ്ട്. ഞാനിവിടെ 500 ഗ്രാം മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. എടുത്തു വെച്ചിരിക്കുന്ന മൈദപ്പൊടിയിലേക്ക് ഈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഈ പൊടിയിലേക്ക് കുറേശ്ശെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുക്കണം. ആവശ്യത്തിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഡോവ് കണ്ടില്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിൽ കുറച്ച് വെള്ളം കൂടിപ്പോയിന്ന്? എന്നാൽ ഇല്ല കേട്ടോ, ഇങ്ങനെയാണ് കിട്ടേണ്ടത്. സാധാരണ നമ്മൾ ബ്രെഡും ബണ്ണും ഒക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ തന്നെയാണ് എടുക്കുക. ഇത്രയൊരു ലൂസ് ഉണ്ടായാലേ ഇതൊന്ന് ശരിക്കും പൊങ്ങി വരുള്ളൂ. ഇനി ഇത് ഒരു നനഞ്ഞ തുണി വെച്ച് 1/2 മണിക്കൂർ മൂടി വെക്കാം. അപ്പോഴേക്കും പിസ്സയുടെ ബേസ് തയ്യാറാക്കാനുള്ള പാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഇങ്ങനെ തന്നെയുള്ള പാത്രമൊന്നും വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേറ്റൊക്കെ എടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ ഡോവ് കറക്റ്റിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വിരൽ കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ എയർ ബബിൾസ് ഉണ്ടാവും. അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. മെഴുക്കൊക്കെ പുരട്ടി വെച്ച ആ ട്രേയിലേക്ക് ഡോ വെച്ചിട്ട് കൈകൊണ്ട് മെല്ലെ അമർത്തി നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ട്രേ ആണ് കേട്ടോ. ഇതിൽ ഫുള്ളായിട്ട് നമ്മളിത് പരത്തിയെടുക്കണം. ഇതാ കണ്ടല്ലോ, ഈ ട്രേ മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പരത്തിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുകയും നീങ്ങിപ്പോവുകയൊക്കെ ചെയ്യുമ്പോൾ കുറേശ്ശെ വെള്ളം തൊട്ട് അങ്ങനെ പരത്തിയെടുത്താൽ മതിയാവും. ഇനി ഒരു ഫോർക്കോ സ്പൂണോ ഒക്കെ വെച്ചിട്ട് ഈ ഡോ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അടയാളം കാണുന്നത് പോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റെഡ് സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സോസ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിൻ്റെ താഴെ ഇട്ടോളാം. നിങ്ങളതൊന്ന് നോക്കൂ. അതല്ലെങ്കിൽ റെഡിമെയ്ഡ് സോസ് ആയാലും മതി. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മളിതൊന്നും കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വൈറ്റ് സോസും ഉണ്ട് കേട്ടോ. രണ്ടും ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ. ഇനി ഈ സോസ് എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കേണ്ടത്. വൈറ്റ് സോസും അതുപോലെയാണ് കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തൊന്നും നന്നായിട്ട് സ്പ്രെഡാക്കി എടുക്കണം. ഈ വൈറ്റ് സോസ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പിസ്സയിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിസ്സ നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി ഞാനിതിലേക്ക് വട്ടത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഇടുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ സൗന്ദര്യബോധത്തിനനുസരിച്ചൊക്കെ വ്യത്യാസമായിരിക്കും. ഇനി ചേർക്കുന്നത് തക്കാളിയാണ്. തക്കാളിയും ഞാൻ ഇതുപോലെ വട്ടത്തിലാണ് മുറിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഒലീവ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഒലീവ് നമ്മൾ ഈ ഒരു പിസ്സയ്ക്ക് വേണ്ടി മാത്രമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഒലീവിന് നല്ല വിലയാണ്. മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ മിക്കവാറും അവരത് മാറ്റി വെച്ചിട്ടായിരിക്കും കഴിക്കുക. അപ്പോൾ അത് വേസ്റ്റ് ആവുകയും ചെയ്യും. ചില്ലി ഫ്ലേക്സും ഒറിഗാനൊക്കെ ഉണ്ടെങ്കിൽ പിസ്സ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല. പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല, ഇതിലെടുത്തിരിക്കുന്ന റെഡ് സോസ് കുറച്ച് സ്പൈസിയുമാണ്. ഇനി കൂടുതൽ നന്നായിട്ട് ഫ്ലേവർ ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാനതൊന്ന് സിമ്പിളായിട്ട് എടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ചീസിൻ്റെ സ്ലൈസാണ് കിട്ടിയത്. അതുകൊണ്ട് അതങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ വാങ്ങുമ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ നല്ല ഭംഗിയാവുകയും ചെയ്യും, നല്ല ടേസ്റ്റ് ആവുകയും ചെയ്യും, നന്നായിട്ട് മെൽറ്റായി കിട്ടുകയും ചെയ്യും. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം.
ഇത് കുറച്ച് വലിയ ട്രേ ആയതുകൊണ്ട് ഞാനൊരു വലിയ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിൽ എന്തെങ്കിലും ഒരു തട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പ്ലേറ്റൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. ഇതൊരു സ്റ്റാൻഡോട് കൂടിയുള്ള ട്രേ ആണ്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ ഒന്നും വെച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ വെക്കുമ്പോൾ അടിയിൽ വെള്ളമൊന്നും വെക്കേണ്ട, ഡയറക്റ്റ് വെക്കാവുന്നതാണ്. ചെറിയ തീയിലാക്കിയിട്ട് കുറച്ച് നേരം പ്രീഹീറ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ. ഇത് ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. തീരെ കുറഞ്ഞു പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് അരമണിക്കൂർ മൂടി വെച്ചതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിരിക്കുകയാണ്. നമ്മുടെ പിസ്സ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വേവൊക്കെ കറക്റ്റാണ്. ചീസ് കുറച്ച് വലിയ സ്ലൈസ് ആയതുകൊണ്ട് ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ടില്ല, എന്നാലും അത് കറക്റ്റ് നമ്മുടെ പിസ്സയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഹോം മെയ്ഡ് പിസ്സയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടല്ലോ. ഇനി നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല എന്നെ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കൂ. എങ്കിലേ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുകയുള്ളൂ. ഇനി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരെ ബൈ.